അതെ, ഞാൻ ഈ ഡെറ്റോളും കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ? ബാ കാണിച്ചു തരാം. ഈ പോകുന്ന ആൾക്കാർ ചെറുതാണെങ്കിലും കയ്യിലിരിപ്പ് അതിഭയങ്കരം തന്നെയാണ്. ഇവന്മാരുണ്ടാക്കുന്ന പ്രശ്നങ്ങളൊന്നും ആദ്യമൊന്നും നമ്മൾ അറിഞ്ഞില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ അറിയുന്നത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രിൻ്റർ പെട്ടെന്നൊരു ദിവസം കംപ്ലയിൻ്റ് ആയപ്പോഴാണ്. നോക്കിയപ്പോൾ മേശപ്പുറത്ത് നിറയെ മഷി. കാരണം അന്വേഷിച്ച് ചെന്നപ്പോഴാണ് അറിയുന്നത് മഷി പോകുന്ന ട്യൂബെല്ലാം ഇവന്മാർ കടിച്ച് പൊട്ടിച്ച് അതിനകത്തെ മഷി മൊത്തം ലീക്കാകാൻ തുടങ്ങി. അതിനുശേഷം എവിടെ നോക്കിയാലും ഇവന്മാരേ ഉള്ളൂ. അങ്ങനെ ലാസ്റ്റ് ഇപ്പം നമ്മുടെ ബെഡിലും ഇവന്മാരായി. അങ്ങനെ നമ്മൾ വെയിലത്തിടും, അകത്ത് വെക്കും, രാത്രി പുറത്തിറങ്ങും, വെയിലത്തിടുമ്പോൾ അതിനകത്ത് കയറിയിരിക്കും. ഇങ്ങനെ ആയപ്പോൾ ഇപ്പോൾ ഒരാൾ പറഞ്ഞു തന്നെയാണ് ഡെറ്റോൾ ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്താൽ മതിയെന്ന്. അതിന് ഞാനൊരു മിനറൽ വാട്ടറിൻ്റെ കുപ്പിയൊക്കെ എടുത്തിട്ട് പോയി അതിൻ്റെ അടപ്പെല്ലാം ഇങ്ങനെ കുത്തി സേഫ്റ്റി പിൻ വെച്ച് കുത്തി സ്പ്രേ ചെയ്യാൻ പരുവത്തിനാക്കി എടുത്തു. അങ്ങനെ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബോട്ടിലൊന്നും ഇവിടെ കണ്ടില്ല. അപ്പോൾ പിന്നെ ഇതല്ലേ ഉള്ളൂ മാർഗ്ഗം. എത്രയും പെട്ടെന്ന് ഇവന്മാരെ തുരത്തണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അതിനകത്തോട്ട് ഡെറ്റോൾ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചതെല്ലാം ഫില്ല് ചെയ്തിട്ട് ഞാൻ കൊണ്ടുപോയിട്ട് നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തു ബെഡിൽ. ആദ്യം ഒരു സൈഡ് ഫുൾ സ്പ്രേ ചെയ്തു, വെയിലത്ത് തന്നെ ഇട്ടിട്ട്, പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും സ്പ്രേ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ പോയി എന്നുള്ളൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പറഞ്ഞു തന്നപ്പോൾ നമ്മൾ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. നമുക്കൊരു സാധനം വീട്ടിൽ വെക്കാൻ പറ്റില്ല. ഒരു ചെരുപ്പ് വാങ്ങിച്ചു, അത് ഫുള്ളവന്മാർ തിന്നു. അങ്ങനെ അതിൻ്റെ മെറ്റീരിയലിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞിട്ട് അത് മാറ്റി പുതിയ ചെരുപ്പ് വാങ്ങിച്ചു. ഇപ്പോൾ ഇതാ അതും പകുതി തിന്നു തീർത്തു. ഒരു ഡ്രസ്സ് വെക്കാൻ പറ്റില്ല. അപ്പോഴേ അവന്മാർ അതിൽ കയറി കടിച്ച് എല്ലാം റെഡിയാക്കും. എന്തായാലും നമുക്ക് ഇതും കൂടെ നോക്കാം, ഇതിലെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.